നമസ്കാരം. VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 32ാമത്തെ സെഷനായ ഇന്ന് സാധാരണ നമ്മൾ കേൾക്കാറുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത്, എങ്ങനെ എന്ന് ഒന്ന് വിവരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, ആ പ്ലേസിനെയാണ് നമ്മൾ സാധാരണ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ കമ്പനികളുടെ ഷെയർസ്, ഡിബഞ്ചേഴ്സോ സെക്യൂരിറ്റീസൊക്കെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലേസാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റാണ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയ ചുരുക്കത്തിൽ പറഞ്ഞാൽ. അതുപോലെ തന്നെ ട്രേഡഡ് കമ്പനികളുടെ ഷെയർസ് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് പ്രോഡക്റ്റ്, അതായത് ETPS എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എക്സ്ചേഞ്ച് ട്രേഡഡ് പ്രോഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ട്രേഡിങ്ങിനും സാധ്യതയുള്ള പ്രോഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റ്. അപ്പോൾ എവിടെയും ഈ പറയുന്ന പോലെ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്ചേഞ്ച് ആണല്ലോ. അപ്പോൾ ഇവിടെ ട്രേഡഡ് കമ്പനികളുടെ ഷെയർസാണ്. അപ്പോൾ വിൽക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വിൽക്കാനായിട്ട് സന്നദ്ധതയുള്ള ഷെയർസ് വിൽക്കാനായിട്ട് സന്നദ്ധതയുള്ള കമ്പനികളുടെ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എല്ലാ കമ്പനികൾക്കും ഇതിനുള്ള മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയർസ് മാത്രമേ അല്ലെങ്കിൽ ബോണ്ടുകൾ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇടപാട് നടത്താൻ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കമ്പനിയുടെയും ഒരു മീഡിയേറ്ററായിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് മാത്രമേ ഈ പറയുന്ന പോലെ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്, കമ്പനികൾക്കും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ സ്പെക്കുലേറ്റേഴ്സിനും ഈ പറയുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും സാധിക്കൂ. ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇടപാട് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ആണ് സാധാരണ, അത് പ്രത്യേകിച്ചും കമ്പനികളുടെ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും ഉണ്ട്. അതിൽ പബ്ലിക് കമ്പനീസിനാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് വഴി ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാനുള്ള അധികാരമുള്ള കമ്പനീസ്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കാണ് സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ കമ്പനീസിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഏത് വഴിയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ ഷെയർസ് വഴിയാണ്. ഷെയർസ് വാങ്ങുകയും അങ്ങനെ ഷെയർ ഹോൾഡേഴ്സായി മാറുകയും ആ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സായി മാറുകയാണ് ചെയ്യുക. ആ ഷെയർ ഹോൾഡേഴ്സിനാണ് ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാനോ അതോ വിൽക്കുവാനോ ഒരു മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ലോകത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമുള്ള ചില സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തേത്, അതായത് 1ാം സ്ഥാനത്ത് തന്നെയാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ NYSE. രണ്ടാമത്തെ ജപ്പാനാണ്, അതായത് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് JPX. തൊട്ട് താഴെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, LSE. ഷാൻഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് SSE. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ ലോകത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, 5 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇനി നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചുകൂടെ
ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് NSE അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് മുംബൈ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. 2012 സ്ഥാപിച്ചത്. അടുത്ത കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ CSE. ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സ്ഥാപിതമായ വർഷം 1908 ആണ്, 1908. മധ്യപ്രദേശ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് MPSE 1919. വഡോദര സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1990 സ്ഥാപിതമായി. അത് VSE എന്നറിയപ്പെടുന്നു. അടുത്ത അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ASE. അത് 1894 സ്ഥാപിതമായത്. പിന്നെ നമ്മൾക്ക് അറിയാവുന്ന നമുക്ക് പരിചിതമായ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ CSE. അത് 1978 കേരളത്തിലാണ്. ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പക്ഷേ നിർഭാഗ്യവശാൽ 2005 ട്രേഡിംഗ് അവസാനിപ്പിച്ച് 2014 മെയ് ആയപ്പോഴേക്കും ഫുൾ സ്റ്റേജ് ഓഫ് ക്ലോഷർ ആയിപ്പോയി. അപ്പോൾ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആകെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, NSE. ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളെയും അല്ലെങ്കിൽ ഓരോ പ്രമുഖമായ വ്യവസ്ഥകളെയും അനുസരിച്ച് മാത്രമാണ് രാജ്യത്ത് പലതും പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്നത് SEBI ആണ്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SEBI ആണ്. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയും SEBIയും ലേ ഡൗൺ ചെയ്യുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിക്കുന്ന കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനോ പാർട്ണർഷിപ്പ് ഫേംസിനോ ഇൻഡിവിജ്വൽസിനോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ഇടപാട് നടത്താൻ സാധിക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് SEBIയും NSEയും ആയിട്ട് തീരുമാനിക്കും. അത് പാലിക്കുന്ന ഏതൊരു കമ്പനിക്കോ പാർട്ണർഷിപ്പിനോ ഇൻഡിവിജ്വൽസിനോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ അവിടെ ട്രേഡിംഗ് നടത്താൻ അനുവാദമുണ്ട്. ഇനി ഇതിനകത്ത് സാധാരണ ഉപയോഗിക്കുന്ന 2 ടേംസിനെ കുറിച്ചാണ്. പല ടേംസും ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട 2 ടേംസാണ് ബുൾ മാർക്കറ്റും ബെയർ മാർക്കറ്റും. ഇവിടെ ഇത് രണ്ടും ഈ പറയുന്ന പോലെ ഷെയർസിൻ്റെ വാല്യൂ എങ്ങനെയുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന 2 ടേംസുകളാണ്. അതായത് ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പ്രൈസസ് റൈസ് ചെയ്തിരിക്കുന്നതും, ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർസിൻ്റെ വില അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനെയുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസ് കൂടുന്നത് പോസിറ്റീവ് ഇൻവെസ്റ്റർ സെൻറ്റിമെൻ്റ് എന്നും, അതുപോലെ ഫോളിംഗ് പ്രൈസിനെ നെഗറ്റീവ് ഇൻവെസ്റ്റർ സെൻറ്റിമെൻ്റ് എന്നും അറിയപ്പെടുന്നു. പലതരത്തിലുള്ള, അതായത് വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദി കൺട്രി, കമ്പനി ഏർണിങ്സ്, ഇൻവെസ്റ്റർ സൈക്കോളജി, ഇവ അനുസരിച്ചാണ് ബുള്ളും ബെയറും ഉണ്ടാകുന്നത്. രാജ്യത്തുണ്ടാകുന്ന ഇക്കണോമിക് ആയിട്ടുണ്ടാകുന്ന പല ക്രൈസിസും ഈ പറയുന്ന പോലെ ഷെയർസിൻ്റെ വാല്യൂസിനെ അല്ലെങ്കിൽ പ്രൈസിനെ ബാധിക്കാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കൂടിയൊക്കെ കേൾക്കാറുണ്ട്. ടേംസ് ഞാൻ ഉടനെ പറയുന്നതുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ ഈ 2 പ്രധാനപ്പെട്ട ടേംസ് കൂടാതെയുള്ള കുറച്ച് ടേംസും കൂടി പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ സ്റ്റോക്ക് നമ്മൾ പലപ്പോഴും കേട്ടു. എന്താണ് ആ സ്റ്റോക്ക് എന്നുള്ളത് ചോദിച്ചാൽ, ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് വേണ്ടിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ വാല്യൂവിനെയാണ്. അപ്പോൾ ക്യാപിറ്റൽ മൊബിലൈസേഷന് വേണ്ടിയിട്ടാണ്
കമ്പനി ഷെയർ ഇറക്കുന്നത് ആ ഷെയറിൻ്റെ വാല്യൂവിനെയാണ് സാധാരണ സ്റ്റോക്ക് എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന വളരെ എളുപ്പത്തിൽ തന്നെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന അസറ്റ്സുകൾ ഉള്ളതാണെങ്കിൽ അവയെ നമുക്ക് ലിക്വിഡിറ്റി ഉള്ള അസറ്റുകളാണെന്ന് പറയാം. വിൽക്കാനും എളുപ്പം കഴിയണം, അതുപോലെ പെട്ടെന്ന് വാങ്ങാനും കഴിയണം. അപ്പോൾ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ടേം ഡിവിഡൻ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും റിട്ടേൺസ് കിട്ടണം. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ വിളിക്കുന്ന ടേമാണ് ഡിവിഡൻഡ്. അപ്പോൾ കറക്റ്റായിട്ട് പീരിയോഡിക്കലായിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികളുടെ ഷെയർസിനായിരിക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ പോർഷനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അടുത്തൊരു ടേം IPO. IPO എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. പുതിയൊരു കമ്പനി തുടങ്ങിയാൽ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയാൽ, ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസസ്സാണ് IPO. അല്ലെങ്കിൽ എന്താണ്, ഒരു കമ്പനി ആദ്യമായി പബ്ലിക്കിന് ഷെയർ ഓഫർ ചെയ്യുന്ന സ്റ്റേജാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇത് സാധാരണ കേൾക്കാറുള്ളൊരു ടേം ഉണ്ട്, ബ്രോക്കർ. ഇടനിലക്കാർക്കും പ്രവർത്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോംസ് ഉണ്ട്, ആ നോംസ് അനുസരിച്ച്. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫേമിനെയോ ആളിനെയോ വ്യക്തിയെയോ നമുക്ക് ബ്രോക്കർ എന്ന് വിളിക്കാം. അടുത്ത ടേം എന്ന് പറയുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് എന്നാണ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് അറിയപ്പെടുന്നത് ഈ പേരിലാണ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്നാണ്. ഈ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺസും ലിക്വിഡിറ്റിയും ഉറപ്പുവരുത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളുടെ ഷെയർസിനാണ് ഡിമാൻഡ് കൂടുതൽ, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആയിട്ടുള്ള കമ്പനികൾക്ക്. പിന്നെ അവസാനമായിട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർത്തകളിലൊക്കെ ഇൻഡെക്സ്, രണ്ട് തരത്തിലുള്ള ഇൻഡെക്സ് കേൾക്കാറുണ്ട്, സെൻസെക്സും നിഫ്റ്റിയും. അതെന്താണെന്നും കൂടി വിവരിച്ചു പോവാം. ഇത് രണ്ടും തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇൻഡീസസിന് ഉപയോഗിക്കുന്ന രണ്ട് ടേംസാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ്, അതാണ് സെൻസെക്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും, അപ്പോൾ ഇതുമായിട്ട് അതായത് സെൻസെക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 അല്ലെങ്കിൽ നിഫ്റ്റി, നേരത്തെ പറയുന്നത് നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും സൂചികകളാണ്. അപ്പം നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയും BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികകളുമാണ്. ഈ രണ്ട് സൂചികകളിൽ നിന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 50 കമ്പനികളുടെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 30 കമ്പനികളുടെയും ഷെയർ വാല്യൂസ് മോണിറ്റർ ചെയ്യാം. അങ്ങനെ മോണിറ്റർ ചെയ്താണ് ശരിക്കും സെൻസെക്സും നിഫ്റ്റിയും കണക്കാക്കുന്നതും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇവ രണ്ടും തന്നെ പരിശോധിച്ചാൽ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രത്യേകിച്ച് അതിൻ്റെ ബിഹേവിയറും ഇപ്പോഴത്തെ അവസ്ഥയും മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പറയുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് എന്ന് പറയാനായിട്ട്, ചുരുക്കി പറയാനായിട്ടാണ് ഈ വീഡിയോ ഉപയോഗിച്ചത്. ഓരോരോ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളതാണ്. അതിൽ സോൾ ട്രേഡറെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇവയുടെ എല്ലാം ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ആയാലും ശരി, അക്കൗണ്ട്സിങ്ങിലായാലും ശരി വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം ഇനി വരുന്ന വീഡിയോകളിൽ ഉണ്ടാവും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട്
ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.